പറയാന് എങ്ങനെ ധൈര്യം വരുന്നതറിയോ നിങ്ങള്? അത് ഈ മാമോദിസ മുക്കുക എന്നൊരു പരിപാടിയുണ്ട് ക്രിസ്ത്യാനിയിലേക്ക് പോകുമ്പോൾ. ഇതുപോലെ മുജാഹിദിൽ ചെന്നാൽ ആദ്യത്തെ പരിപാടി എന്താണെന്നറിയോ? നുണ പറയൽ ഹലാലാണ് എന്ന് പഠിപ്പിക്കല, കളവ് പറയൽ ഹലാണെന്ന് പഠിപ്പിക്കൽ. പഠിപ്പിക്കൽ മാത്രമല്ല, പിന്നെ നുണ ഏറ്റവും നന്നായി പറയുന്നവരായി വിദഗ്ധരായി മൗലവിമാരെ പ്രാക്ടീസ് ആക്കുക. എന്നിട്ടോ അങ്ങനെയുള്ള മത്സര പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് സമ്മാനം കൊടുക്കുക, പ്രോത്സാഹന സമ്മാനം. എന്തിന്? നുണ പറഞ്ഞു പഠിക്കാൻ, നുണ പറഞ്ഞു പഠിക്കാൻ. അതാണ് ഇനി നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. മുജാഹിദുകൾ നുണ പറയൽ മത്സരം നടത്തിയിട്ട് 6 റക്സോണ സോപ്പ് ഒരു മൗലവിക്ക് സമ്മാനം. ഏത് മൗലവി? തെക്കൻകുറ്റൂർ പള്ളിയിലെ ഖത്തീബ് അബ്ദുറഹ്മാൻ മൗലവി. എന്നിട്ട് അയാൾ പറയുന്ന ഈ കളവ് പറയൽ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾ നേതാക്കന്മാരായ മൗലവിമാരോട് ചോദിച്ചു, ഇനി നമുക്ക് പറ്റുമോ? ആ മൗലവിമാര് പറഞ്ഞ് സഹാബികളൊക്കെ അങ്ങനെ കളവ് പറയൽ മത്സരം നടത്താറുണ്ട്. ഈ കളവ് പറയൽ മത്സരം ഞങ്ങളെ അസ്ഗറിൽ സാഹിബാണ് ഇത് അടുത്ത ഇനം ഇന്നതാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഈ സ്റ്റേജിലിരിക്കുന്ന ഈ സാമാജികരുണ്ടല്ലോ, ഇവര് പറഞ്ഞു നമ്മൾ മുസ്ലിങ്ങൾ എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് നമ്മൾ മുജാഹിദുകൾ എന്നുള്ള നിലയ്ക്ക് കളവ് മത്സരം എന്നൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും, അത് നമുക്ക് ഭൂഷണമാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ അസ്ഗറിൽ സാഹിബ് തന്നെയാണ് അതിന് മറുപടി പറഞ്ഞത്. അതായത് ഇപ്പോ നബിന്റെ കാലത്തൊക്കെ ചില യുദ്ധങ്ങളിൽ സഹാബികളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ, അപ്പൊ പിന്നെ അങ്ങനെ പരിപാടി സംഘടിപ്പിച്ചു. ഞങ്ങളിപ്പോ ഞങ്ങൾ നേതാക്കന്മാരല്ലേ, ഞങ്ങളെക്കാളും കൂടുതൽ പാണ്ഡിത്യം, അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേട് വരുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങളങ്ങനെ വിശ്വസിച്ചു പരിപാടിയിൽ പങ്കെടുത്തു. അങ്ങനെ ആ പരിപാടിയിൽ പങ്കെടുത്തുന്ന ഓരോ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചും ഓരോരുത്തർ ഈ മത്സരത്തിൽ പങ്കെടുത്തു. അങ്ങനെ ഞങ്ങളെ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് ഞാനാണ് പങ്കെടുത്തത്. ഈ ഗ്രൂപ്പിൽ നിർദ്ദേശിച്ചു നിങ്ങൾ പങ്കെടുത്താൽ മതിയാണ്. അങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തു എന്നല്ല, എനിക്കാണ് അതിൽ ഫസ്റ്റ് കിട്ടിയത്. കൂടുതൽ പോയിന്റ് നേടിയെന്നുള്ള നിലയ്ക്ക് കലാപ്രതിഭ എന്നുള്ള നിലക്കും തന്നെയാണ് തെരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ അതിന് സമ്മാനങ്ങൾ കിട്ടിയത് പിന്നെ 6ഓളം സോപ്പും പെട്ടി, പിന്നെ അതുപോലെ തന്നെ റക്സോണ സോപ്പ്, ഇതൊക്കെയാണ് കിട്ടിയത്. അതിലിപ്പോ ആ സമ്മാനത്തിൽ ഒന്നാണിത്, ഒരു സോപ്പും പെട്ടിയാണിത്. അതായത് ഡീലക്സ് അമല എന്ന് പറയുന്ന സോപ്പും പെട്ടിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ?